ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നിവിടെ കൂൺ റെസിപ്പി ആവാം ഇന്നത്തെ. അപ്പോൾ എനിക്കിവിടെ കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതുകൊണ്ടൊന്ന് കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് റെസിപ്പി തയ്യാറാക്കും, മോളേനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഉറക്കിയിട്ടൊക്കെ നമുക്ക് എന്താ വെച്ചെങ്കിൽ ആവാമെന്ന് വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ടു തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി എന്നെ വിളിച്ചതാണ്. ചെന്ന് നോക്കുമ്പോൾ കണ്ടു ഇഷ്ടംപോലെ കൂണ് അവർക്ക് കിട്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് എനിക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് പണിക്ക് പോയി കൊടുത്തുനിന്ന് അവരുടെ പറമ്പിൽ കണ്ടിട്ട് പൊട്ടിച്ച് കൊണ്ടുവന്നതാണ്. നല്ല സൂപ്പർ കൂണാണ് കേട്ടോ. നാച്ചുറലായിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടണതല്ലേ. അപ്പോൾ നല്ല കൂണാണ്. പിന്നെ ഇതിൽ ഇതുപോലെ വിരിഞ്ഞതൊന്ന് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ പുഴു പ്രാണിയൊന്നും ഇല്ല. പക്ഷേ ഈ വിരിഞ്ഞത് നാളത്തേക്ക് വെക്കുകയാണ് വെച്ചെങ്കിൽ അതിൽ പ്രാണിയും പുഴുവൊക്കെ വരും. ഈ മുട്ടുകളൊക്കെയാണ് വെച്ചെങ്കിൽ നാളത്തേക്ക് നല്ലപോലെ വിരിയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നാളത്തേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ തന്നെ അത് കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനതൊക്കെ നല്ലതുപോലെ നന്നാക്കി എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് കൊടുക്കുക. ഒന്ന് കലക്കി മിക്സ് ചെയ്തതിന് ശേഷം നന്നാക്കി ഇരുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളത്തിൽ പല പ്രാവശ്യമായിട്ട് കഴുകിയെടുത്തിട്ടാണ് കേട്ടോ അത് അടപ്പത്തേക്ക് വെക്കണത്. അപ്പോൾ ഞാനിത് നന്നാക്കി എടുക്കണതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടത് തന്നെയായിരുന്നു. പക്ഷേ അത് എന്തോ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒന്ന് പറ്റിപ്പോയി, മിസ്സിങ് ആയി, അതൊക്കെ ഡിലീറ്റായിപ്പോയി. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് നല്ലതുപോലെ വീണ്ടും കഴുകിയെടുത്തതാണ്. അതൊരു കുക്കറിലേക്ക് ഞാനൊന്ന് വീണ്ടും കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളാണ് ഇത് നന്നാക്കാൻ. നമ്മൾ ആ മുട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് തൊലി ഒന്നിങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ തൊലി നമുക്ക് പാട പോലെയുള്ള തൊലി നമുക്ക് സിമ്പിളായിട്ട് ഊരി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ കാലുകളൊക്കെയാണ് വെച്ചെങ്കിൽ ഒന്ന് കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് മുരി കളയുക. പൊട്ടിച്ച് പിളർത്തിൻ്റെ വെച്ചെങ്കിൽ നമുക്ക് തന്നെ അത് സിമ്പിളായിട്ട് തൊലി കൊണ്ട് എടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് വൃത്തിയാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കൈ ഉപയോഗിച്ച് ഞാൻ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് കലർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഒരൊറ്റ ആ വിസിലടിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ അതിൻ്റെ എയർ കളഞ്ഞിരിക്കണം, അല്ലെങ്കിൽ വേവ് കൂടി പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് വിസിലടിക്കാൻ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അടുപ്പത്തേക്ക്. നമുക്ക് സബോള ഇതൊക്കെ ഇതിനുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ അതിലേക്കായിട്ടൊരു 3 ചെറിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10 വെളുത്തുള്ളി, പിന്നെ ഒരു 10 നമ്മുടെ മുളക് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സവോളയൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ പച്ചമുളക് ഒന്ന് നടുകെ കീറിയിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ തക്കാളി ഞാൻ ഒരെണ്ണം കഴുകി വെച്ചിട്ടില്ലേ, അതൊന്നും ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ വിസിലടിച്ചു. ഞാനിത് വന്നിട്ടൊന്ന് എയർ കളയാൻ നോക്കിയിട്ടാണ്, പക്ഷേ നിറയെ വെള്ളം പുറത്തേക്ക് വരിക, സ്റ്റൗമ്മയ്ക്കൊക്കെ ആയി. അപ്പോൾ ഞാനത് ഒരു ടാപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളമാക്കി, പൈപ്പിൻ്റെ ചോട്ടിൽ വെള്ളമാക്കിയിട്ടുണ്ടെങ്കിൽ എയർ പെട്ടെന്ന് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ സിമ്പിളായിട്ടൊന്ന് തുറന്നെടുത്തു. അപ്പോൾ നമ്മുടെ കൂണൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി, ചെറിയ തേങ്ങയാണ്, അതൊന്ന് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് എനിക്ക് ഒരു പാൻ വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ കുറച്ച് പപ്പടം കൂടി കാച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ പിന്നെ ഇത് തയ്യാറാക്കിയിട്ട് വീണ്ടും ഞാൻ കാച്ചാൻ നിൽക്കണത്. അപ്പോൾ പപ്പടം കാച്ചെടുക്കൽ കഴിഞ്ഞിട്ട് അത് നമുക്ക് മസാല അടിക്കാം. അപ്പോൾ പപ്പടമൊക്കെ കാച്ചെടുക്കൽ കഴിഞ്ഞു. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു തപ്പാളത്തിൻ്റെ പകുതി, ഒരു പത്രിയുടെ പകുതി, പിന്നെ ഒരു 2 കരയാമ്പൂവൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കൂട്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ 4 ചീരക്കൊത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ 3 ചെറിയ സവോള കൊത്തി അരിഞ്ഞ് വെച്ചത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവോള എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ, ഇളക്കിയെടുക്കുമ്പോൾ പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഞാനിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചുവന്ന് വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഞാൻ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ടിട്ടില്ല, കറിവേപ്പില ഇട്ട് കൊടുക്കാം.
എല്ലാം കൂടിയിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുക്കുക വെച്ചെങ്കിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു തണ്ട് പെട്ടുണ്ട് ഇതിൽ ഒന്ന് എടുത്ത് കളയാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയുടെ കുത്തൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, തക്കാളി, പിന്നെ നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി അടുത്തത് ഇടാനുള്ളത് ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് മൂപ്പിച്ച് ഒന്ന് എടുക്കാം കേട്ടോ. എല്ലാത്തിൻ്റെയും ഒരു പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവ് കൂടുതലായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പക്ഷെ ഇത് നല്ലതുപോലെ എരിവുള്ള മുളക് പൊടി തന്നെയാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ പച്ചമുളക്, നമ്മുടെ പച്ചമുളക് നല്ലതുപോലെ എരിവുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ കൂടുതൽ ചാറായിട്ട് വെച്ചെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ സാമ്പാർ പോലെ വെള്ളം ഇങ്ങനെ ആയിട്ട് ഇരുന്നുണ്ട് വെച്ചെങ്കിൽ ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കുറുകെ ഉള്ള ഒരു ഗ്രേവി മാത്രമാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഇതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ച് ഒന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം തിള വരുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ നാളികേരത്തിൻ്റെ കുത്തും ഇതെല്ലാം കൂടിയിട്ട് നമ്മളിതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാതും മുളകും എല്ലാ കാര്യങ്ങളും ഇതിലൊന്ന് പിടിച്ച് നാളികേരമൊക്കെ ഒന്ന് ആഡ് ചെയ്തതല്ലേ. അപ്പോൾ നാളികേരത്തിൽ ആ നാളികേര കുത്തിൽ ഈ മുളകും ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തിള വന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ മൂടിയൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കൂണ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഇതുപോലത്തെ ഒരു കയ്യിലുണ്ട് വെച്ചെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊന്ന് ഊറ്റിയെടുക്കാം. അല്ലാച്ചെങ്കിൽ പിന്നെ വാർത്ത് വന്നിട്ട് കൂണ് താഴെ വേറെ ഒന്ന് വാർത്തെടുത്തതിന് ശേഷം നമുക്ക് വെള്ളമില്ലാതെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാതും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കണില്ല, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടുതൽ ചാറ് വേണമെച്ചെങ്കിൽ നിങ്ങൾക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പക്ഷേ ചാറ് കൂടുതലായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഈ ഇത്രയും ഗ്രേവിയിൽ ഈ കൂണിട്ടിട്ട് ഇളക്കി അങ്ങനെ കഴിക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ്. കുറേ ചാറാകുമ്പോൾ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നല്ലതുപോലെ വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതാവുമ്പോൾ നമുക്ക് ഈ കൂണ് കഴിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ നാളികേരം കൂടിയിട്ട് ഇട്ടിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ നാളികേരത്തിൻ്റെ കൊത്തും കൂടിയിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്നും കൂടി ഒന്ന് വരട്ടെ. അപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എന്താ വെച്ചെങ്കിൽ ഞാനിതിൻ്റെ നന്നാക്കണ വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നത് തന്നെയായിരുന്നു. പിന്നെ മാത്രമല്ല, മോന് സ്കൂളിലേക്ക് പോണേക്കാൻ മുന്നേ അവന് 12:30 ആകുമ്പോൾ പോവും, എക്സാമാണ്. അപ്പോൾ പോണേക്കാൻ മുന്നേ ആയിട്ട് അവന് ഇതൊന്ന് ചുട്ടിട്ട് തരുമോ ചോദിച്ചു. അപ്പോൾ ഞാനൊന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ മസാലയൊക്കെ നന്നായി കൂട്ടി തിരുമ്പി ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച്, എന്നിട്ട് മത്തയുടെ ഇലയിൽ ഞാനിതൊന്ന് പൊതിഞ്ഞ് നമ്മുടെ നല്ലതുപോലെ ചിരട്ട കത്തിച്ചിട്ട് കനലിലിട്ടിട്ട് ചുട്ട് കൊടുന്നൊരു വീഡിയോയും കൂടി ഞാൻ ഇട്ടതായിരുന്നു കേട്ടോ. പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്നൊന്നും മിസ്സിങ് ആയി, ഡിലീറ്റായി പോയതാണ്. ഒരു പൊട്ടത്തരം കാണിച്ചതാണ്. അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഏതായാലും ഇത് നോക്കാം. അതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നല്ലതുപോലെ ഗ്രേവിയിലൊക്കെ ഒന്ന് കിടന്ന് മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് എല്ലാതും കൂടിയായിട്ട് മസാലയും കൂണൊക്കെ ഇട്ടപ്പോൾ ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കി നോക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ.
അപ്പോൾ സത്യം പറയാലോ, എനിക്ക് ഇങ്ങനെ കറി വെക്കണേക്കാളും ഇഷ്ടം, എനിക്കായാലും എൻ്റെ മോനായാലും വിനേട്ടനായാലും ഇഷ്ടം ചുട്ടെടുത്തിട്ട് കഴിച്ചൊരു ടേസ്റ്റായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും മിസ്സായിപ്പോയി. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത് തന്നെയായിരുന്നു. ഇനി കിട്ടുമ്പോൾ ഞാൻ റെസിപ്പി ഇടാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ കിട്ടുകയെന്ന് വെച്ചെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കിട്ടണമെന്നൊന്നുമില്ല. എനിക്ക് തന്നെ ഇപ്പോൾ 2-4 കൊല്ലമൊക്കെ ആയിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് കിട്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ എന്തായാലും ആ ചേച്ചിയും ചേട്ടനും തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവർക്കൊരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഞാനിത് അപ്പൂന് കൊടുത്തതാണ്. ഈ ചോറും ചുട്ടെടുത്തിട്ടുള്ള നമ്മുടെ കൂൺ കറിയാണ് കേട്ടോ. ഇത് അടുപ്പിൽ ചിരട്ട കനലിൽ വെച്ചിട്ട് ചുട്ടെടുത്തിട്ടുള്ള നമ്മുടെ കൂണാണിത്. അടിപൊളി ടേസ്റ്റാണ്. നല്ലതുപോലെ ചിരട്ട കത്തിച്ചിട്ട് നമ്മൾ അതിലൊന്ന് മത്തടയിൽ ചുട്ടെടുത്തിട്ട് വെച്ചെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള കൂണായാലും നല്ല ടേസ്റ്റുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടണതാണല്ലോ. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതായാലും ഇതുപോലെ ഒന്ന് കറി വെച്ചിട്ട് നോക്കുക, ഒന്ന് ചുട്ടെടുത്തിട്ട് നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്